ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആർ ലിവിങ് ബൈ രേഷ്മ. ഇന്ന് നമുക്ക് വെള്ളാപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ റെസിപ്പി ആയാലോ. 1.5 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുങ്ങലരി, 1 പിടി ഉഴുന്ന്. ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. 4 മണിക്കൂറാണ് കേട്ടോ കുതിർത്തി വെക്കേണ്ടേ. ഇതുപോലുള്ള നല്ല റെസിപ്പീസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. 4 മണിക്കൂർ കുതിർത്തി വെച്ച ആ അരി നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 കപ്പ് ചോറും 1.5 കപ്പ് ചിരകിയ തേങ്ങയോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങാ കൊത്തോ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മയത്തിൽ അരച്ചു കൊടുക്കുക. അത് നന്നായി കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായി പതഞ്ഞ് പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ടാവും. ഈ മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നന്നായി സൈഡൊക്കെ മൊരിഞ്ഞ് നടു പൊങ്ങി വന്ന പോലെ തന്നെ ഹോട്ടൽ സ്റ്റൈൽ അപ്പം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ നല്ല റെസിപ്പിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഉരുളക്കിഴങ്ങ് സ്റ്റൂ അല്ലെങ്കിൽ ഇഷ്ടൂനായി വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി സോട്ടേ ചെയ്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് അതിലേക്ക് 2ാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആ തേങ്ങാപ്പാലിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷം 1ാം പാൽ ഒഴിച്ച് നമുക്ക് വാങ്ങാം. ആ സമയം കൊണ്ട് നമുക്കൊരു ആപ്പച്ചട്ടി വെച്ച് ആപ്പം ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റി വെള്ളാപ്പവും ഉരുളക്കിഴങ്ങ് ഇഷ്ടവും റെഡി. ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക് യു.